നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ സുധീർ KS പുരം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഒരു ആശങ്കയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഗുരുതരമായ വീഴ്ച കാരണം അല്ലെങ്കിൽ ബോധപൂർവം നടത്തിയ അട്ടിമറി കാരണം ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ 2017 മുതലാണ് നീറ്റ് എക്സാമിനേഷൻ ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാർത്ഥികളുടെ യോഗ്യത തെളിയിക്കുന്ന പ്രവേശന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. 2017 മുതൽ ഈ പരീക്ഷ നടത്തി വരുന്നത് NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തി വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ തവണ ഈ എക്സാമിനേഷനകത്ത് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി, അട്ടിമറികൾ ഉണ്ടായി എന്നുള്ള വലിയ പരാതിയും തെളിവുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ബോധപൂർവമായി നടത്തിയ വീഴ്ച കാരണം തങ്ങളുടേതല്ലാത്ത കുറ്റത്താൽ ഇത്തവണ പരീക്ഷ എഴുതി പാസ്സായ കുട്ടികളും പുറത്തു നിൽക്കുന്ന കുട്ടികളും വലിയ ഉത്കണ്ഠയിലൂടെയാണ് അവരുടെ ഭാവി എത്തി നിൽക്കുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം, 13 കോഴ്സുകളിലേക്കാണ് ഈ നീറ്റ് എക്സാമിനേഷൻ വഴി പ്രവേശനം ലഭിക്കുന്നത്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, ഫോറസ്ട്രി, ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ആൻഡ് സിദ്ധ മെഡിസിൻ, ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അന്യ സംസ്ഥാനങ്ങളിലെ നേഴ്സിംഗ് കോഴ്സുകൾ. ഈ കോഴ്സുകളിലേക്കാണ് നീറ്റ് പരീക്ഷ വഴി എക്സാമിനേഷനിലൂടെ പ്രവേശനം. ഇത്തവണ ഈ പരീക്ഷയിൽ വീഴ്ച വന്നു എന്ന് പറയുന്നത് ഹരിയാനയിലും ബീഹാറിലുമാണ്. ഹരിയാനയിൽ ഒരു എക്സാമിനേഷൻ സെന്ററിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച സമയം കൊടുത്തില്ല എന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടെസ്റ്റ് നടത്തുന്ന ഏജൻസി അവർക്ക് ഗ്രേഡ് മാർക്ക് നൽകി. അത് പിന്നെ വലിയ വിവാദം ഉണ്ടായപ്പോൾ കോടതി ഇടപെട്ട് ആ ഗ്രേഡ് മാർക്ക് നൽകിയത് റദ്ദാക്കുകയും ആ സെന്ററിലെ കുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട സമയം അനുവദിച്ചുകൊണ്ട് എക്സാമിനേഷൻ നടത്തി ആ വിഷയം പരിഹരിക്കപ്പെട്ടു. ബീഹാറിൽ ഒരു എക്സാമിനേഷൻ സെന്ററിൽ 9 വിദ്യാർത്ഥികൾ പരസ്പരം ആൻസർ പേപ്പർ കൈമാറിയതായി കണ്ടെത്തി. ആ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത് ബീഹാറിലെ മറ്റൊരു എക്സാമിനേഷൻ സെന്ററിൽ പരീക്ഷ പേപ്പർ ചോർന്നതായും കണ്ടെത്തി. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇപ്പം PG പോലെയുള്ള മേഖലകളിൽ ചോദ്യപേപ്പർ മുൻകൂട്ടി വിദ്യാർത്ഥികൾക്ക് കിട്ടി എന്നുള്ള പരാതികളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അഴിമതിയും അട്ടിമറിയും കാരണം നീറ്റ് പരീക്ഷയിൽ യോഗ്യത കിട്ടാത്ത പുറത്തായ വിദ്യാർത്ഥികൾ, ഈ കുറേ വിദ്യാർത്ഥികൾ പല സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിച്ചു കയറിയിരിക്കുന്നതും അവരുടെ സ്ഥാനത്ത് ഞങ്ങളാണ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റീനീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ ഒരുപറ്റം വിദ്യാർത്ഥികൾ സമീപിച്ചിരിക്കുകയാണ്. ഈ നീറ്റ് പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾ അവര് റീനീറ്റ് നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, ഞങ്ങളുടേതല്ലാത്ത കുറ്റത്താൽ ഏതെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദികൾ, അത് നടത്തിയവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ഒരു പരാതിയും ഉയരാത്ത സാഹചര്യത്തിൽ ഈ എവിടെയാണോ കൃത്രിമവും വീഴ്ചയും ഉണ്ടായ ആ സെന്ററുകളിൽ മാത്രമേ റീനീറ്റ് നടത്താൻ പാടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം ഒരു കാരണവശാലും റദ്ദാക്കരുത്, റീനീറ്റ് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഗൗരവകരമായ വിഷയമായി രാജ്യത്ത് മാറുകയാണ്. പ്രത്യേകിച്ച് ഈ MBBS പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ഏറ്റവും ഇഷ്ട വിഷയമായ MBBSന് പ്രവേശനം ലഭിച്ചതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കേണ്ട എക്സാമിനേഷന് പോലും അവർ അറ്റൻഡ് ചെയ്തിട്ടില്ല. മറ്റൊരു കോഴ്സിനും അവർക്ക് ഈ വർഷം പോകാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ സ്വപ്നമാണ് ഇല്ലാതാകാൻ പോകുന്നത്. നീറ്റ് എക്സാമിനേഷനിലൂടെ പ്രവേശനം ലഭിച്ച നിരവധി വിദ്യാർത്ഥികൾ ഒരുപക്ഷെ റീനീറ്റ് നടത്തുകയാണെങ്കിൽ പുറത്തു പോവുകയും ചെയ്യും. ഇതൊരു വലിയ പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് എന്താ, റീനീറ്റ് നടത്തുകയാണെങ്കിൽ അർഹതയില്ലാത്തവർ പുറത്തു പോകും, അവിടെ ഞങ്ങൾ വരും എന്നുള്ളതാണ്. ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമായി നമ്മുടെ രാജ്യത്ത് മാറുകയാണ്. ഇത്തവണ ഇന്ത്യയിൽ മൊത്തം ഏകദേശം 24 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എക്സാമിനേഷനിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്നും 1.5 ലക്ഷം വിദ്യാർത്ഥികൾ,
പരീക്ഷ MBBS കോഴ്സിലേക്ക് മാത്രം ഇന്ത്യയിൽ മൊത്തം 24,000 വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സീറ്റുകളിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കുമാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. അപ്പം ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ ഈ സുപ്രീം കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഇവരുടെ ഉറക്കം പോയിരിക്കുകയാണ്. ഞങ്ങൾ പാസ്സായി, ഇനി ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോഴ്സുകളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ണിൽ എണ്ണയൊഴിച്ച് അവർ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ റീനീറ്റ് നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പ്രവേശനം ലഭിക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. മൊത്തം 24 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ മൊത്ത കോഴ്സുകളിലേക്ക് ഇത്തവണ പരീക്ഷ എഴുതിയത്. അതിന് 13 കോഴ്സുകളിലൂടെ 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം ലഭിച്ചിട്ടുള്ളൂ. ബാക്കി 22 ലക്ഷം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ 2 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ പാസ്സായവർ റീനീറ്റ് നടത്തരുതെന്ന് ആവശ്യപ്പെടുന്നു. 22 ലക്ഷം വിദ്യാർത്ഥികൾ റീനീറ്റ് നടത്തണം എന്നും ആവശ്യപ്പെടുന്നു. ഇത് ഇത്തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ഗവൺമെന്റുകളും ഈ ഏജൻസികളുമാണ്. അപ്പോൾ ഇതിന് ഗവൺമെന്റ് ശരിയായ നിലപാട് സ്വീകരിച്ച് കോടതിയിൽ ഉത്തരവുണ്ടാക്കി ഈ 2 വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും ആശങ്ക മാറ്റണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ